സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മുടെ മരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽ എന്ന് നോക്കാം. സോ എന്താണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? The physical transfer of drugs from storage area in the hospital to the patient's bedside. അപ്പോൾ നമ്മുടെ ഡ്രഗ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ അടുത്തേക്ക് നമ്മുടെ ഡ്രഗ്സ് എത്തിക്കുന്ന ഒരു ട്രാൻസ്ഫർ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഫാർമസിയിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് നമ്മൾ പേഷ്യന്റിലേക്ക് മരുന്ന് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. It involves two types of drug distribution. രണ്ട് ടൈപ്പ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് ഈസ് ദി ഔട്ട് പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് പേരിൽ നിന്നറിയാം, ഇൻപേഷ്യന്റ് അവിടെയുള്ള പേഷ്യൻസ്, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻപേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കണ്ടിട്ട് പോകുന്ന അല്ലെങ്കിൽ ഒ പി പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസ് വന്ന് കണ്ടു പോകുന്ന പേഷ്യൻസിന് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻ പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ? ഞാൻ പറഞ്ഞതുപോലെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇൻ പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. The drug distribution to the patient in the department can be carried out from the outpatient dispensing area. അതായത് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഔട്ട് പേഷ്യൻസ്, അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികൾ വന്ന് പ്രിസ്ക്രിപ്ഷൻ കാണിച്ച് മരുന്ന് വാങ്ങുന്നു. ആ ടൈപ്പ് ഓഫ് ഫാർമസിയിൽ നിന്ന് തന്നെ ഇൻ പേഷ്യൻസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദ ഫാർമസിസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഡിസ്പെൻസിങ് ദ ഡ്രഗ് ഫോർ ഔട്ട് പേഷ്യന്റ് ക്യാൻ ഡിസ്പെൻസ് ദ ഡ്രഗ് ഫോർ ഇൻ പേഷ്യന്റ് ടു. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള ഫാർമസിസ്റ്റ് ഔട്ട് പേഷ്യന്റിനും മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, മാത്രമല്ല ഇൻ പേഷ്യൻസിനും ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ദ ഫാർമസിസ്റ്റ് എംപ്ലോയ്ഡ് ഫോർ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ടു ഇൻ പേഷ്യന്റ് വാർഡ്സ് should be well skilled and qualified staff. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന്റിന് വളരെയധികം നല്ല കെയറോട് കൂടി മാത്രമേ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ ഇൻ പേഷ്യൻസിന് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാർമസിസ്റ്റിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം? they should be well skilled and well qualified staff ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇൻപേഷ്യൻസ് ആകുമ്പോഴത്തേക്ക് ക്രിട്ടിക്കലി ഇൽഡ് പേഷ്യൻസ് ഉണ്ടാവും, ICCയിലൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത്രയും കെയറോട് കൂടി വെൽ സ്കിൽഡ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് വേണം അങ്ങനെയുള്ള ഡിസ്പെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഈസ് ദി ഔട്ട് പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ. സോ വാട്ട് ഈസ് ഔട്ട് പേഷ്യന്റ്? Out patient refers the patient not occupying the berths in the hospitals or in clinics, health centers and other places where outpatients usually go for the health care. അതായത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട് പേഷ്യന്റ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ്, അതായത് അവിടെ ഹോസ്പിറ്റൽ ബെഡ്സ് ഓക്യുപ്പൈ ചെയ്യാത്ത പേഷ്യൻസിനെയാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ആ ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഔട്ട് പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. No medicament should be issued without a prescription. ഔട്ട് പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. ആഫ്റ്റർ ദ ഇഷ്യൂ ഹാസ് ബീൻ മെയ്ഡ് ദ ക്വാണ്ടിറ്റീസ് സപ്ലൈഡ് മസ്റ്റ് ബി റെക്കോർഡ്. അപ്പൊ എത്ര ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഔട്ട് പേഷ്യന്റിന് കൊടുത്തു എന്നുള്ളത് എന്ത് ചെയ്യണം? ഫാർമസിസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഇൻ ഷോർട്ട് ഫോം ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് വാസ് കോൾഡ് ആസ് OPD. അപ്പൊ നമ്മൾ OPD ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, OPD എന്നാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. സോ നമ്മൾ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഔട്ട് പേഷ്യന്റ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഔട്ട് പേഷ്യൻസ് എന്നാണ്. അതിൽ 4 രീതിയിലുണ്ട്. ഫസ്റ്റ് എമർജൻസി ഔട്ട് പേഷ്യന്റ്, ടെർഷറി കെയർ, പ്രൈമറി കെയർ ആൻഡ് ആംബുലേറ്ററി. സോ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാഷ്വാലിറ്റി ഔട്ട് പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത്. അതായത് ദേ വിൽ ബി സീൻ ഇൻ എമർജൻസി ആൻഡ് വിൽ നോട്ട് ബി അഡ്മിറ്റഡ്. എമർജൻസി കേസുകളിൽ വരുന്ന പേഷ്യൻസിനാണ് എമർജൻസി ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ടെർഷറി കെയർ, ദെൻ പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രിവെന്റീവ് കെയറിന് വേണ്ടിയിട്ട് എത്തുന്ന പേഷ്യൻസിനെയാണ് പ്രൈമറി കെയർ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദി ആംബുലേറ്ററി. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു? നമ്മൾ ഇൻപേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു, ഔട്ട് പേഷ്യന്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം, combination of individual prescription and floor stock system, unit dose system and non floor stock system. അപ്പം ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം.
അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റം, കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം, ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ, പിന്നെ യൂണിറ്റ് ഡോസ് ആൻഡ് നോൺ ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം. സോ ഫസ്റ്റ് വൺ ഈസ് ദി ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. സോ ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നോർമലി ആയി കണ്ടുവരുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ആണ്. അതായത് നമ്മൾ ഡോക്ടറിനെ പോയി കാണുന്നു, ഡോക്ടർ അല്ലെങ്കിൽ ഫിസിഷ്യൻ പ്രിസ്ക്രിപ്ഷൻ ഇൻഡിവിജ്വൽ പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുക്കുന്നു. ആ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിൽ പോയിട്ട് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങുന്ന നോർമലായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതായത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ സിസ്റ്റം വെയർ ദി ഫിസിഷ്യൻ റൈറ്റ് ദി പ്രിസ്ക്രിപ്ഷൻ ഫോർ ഇൻഡിവിജ്വൽ പേഷ്യന്റ്. ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻസിനും ഫിസിഷ്യൻ എന്ത് ചെയ്യും, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. ഹു ഒബ്റ്റെയിൻസ് ദ ഡ്രഗ് പ്രിസ്ക്രൈബ്ഡ് ഫ്രം എനി മെഡിക്കൽ സ്റ്റോർ ഓർ ഹോസ്പിറ്റൽ ഡിസ്പെൻസറി ബൈ പേയിങ് ഓൺ ചാർജസ്. സ്വന്തമായി കാശ് കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിൽ നിന്നോ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങുന്നുണ്ട്. This system is generally used by small or private hospitals because of the reduced manpower requirements and desirability for individualized service. നമ്മൾ നോർമൽ ആയിട്ടുള്ള നല്ല ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ചെറിയ ക്ലിനിക്സും ഹോസ്പിറ്റൽസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി ഇൻഡിവിജ്വലൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം ആണ്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾ മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ ഡയറക്ട്ലി റിവ്യൂഡ് ബൈ ദ ഫാർമസിസ്റ്റ്. അപ്പം മെഡിക്കേഷൻ ഓർഡേഴ്സ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ആരാ റിവ്യൂ ചെയ്യുന്നത്, ഫാർമസിസ്റ്റിന്റെ കയ്യിലേക്കാണ് പോകുന്നത്. സോ ഫാർമസിസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ റിവ്യൂ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ക്ലോസർ ലയസൺ എമംഗ് ദ ഫാർമസിസ്റ്റ്, ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് ദ പേഷ്യന്റ്. അതായത് ഇൻഡിവിജ്വലൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം എന്നത് പേഷ്യന്റിന് സെപ്പറേറ്റ് ആയി പ്രിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റം ആണ്. അത് മാത്രമല്ല ഫാർമസിസ്റ്റ്, ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ, നഴ്സും പേഷ്യന്റും ഇവർക്കിടയിൽ ഒരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടാകുന്നതിന് ഇത് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് ഇൻഡിവിജ്വലൈസ്ഡ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഇറ്റ് പ്രൊവൈഡ്സ് ക്ലോസർ കൺട്രോൾ ഓഫ് ദി ഇൻവെന്ററി. അതായത് നമ്മുടെ കയ്യിലുള്ള ഡ്രഗ്സ്, ഏതൊക്കെ ഡ്രഗ് ആണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡ്രഗ് ആണ് കൂടുതലായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോങ് എറേഴ്സ് ആൻഡ് ഇലിജിബിൾ റൈറ്റിംഗ്സ് ഓഫ് ദി ഫിസിഷ്യൻ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്താണ്, ഡോക്ടേഴ്സിന്റെ എഴുത്ത് നമുക്ക് അങ്ങനെ എന്താണ് വായിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്, അത് വളരെ വ്യക്തമായിട്ട് എഴുതാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് റോങ് എറേഴ്സ് ആൻഡ് ഇലിജിബിൾ റൈറ്റിംഗ്സ് ഓഫ് ദ പേഷ്യൻസ്. ഡ്രഗ് അല്ലെങ്കിൽ മെഡിക്കേഷൻ മാർക്കുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫിസിഷ്യൻ മേ റൈറ്റ് ഹൈ എക്കണോമിക് ഡ്രഗ്സ് ഇൻ ദി പ്രിസ്ക്രിപ്ഷൻ ഓർ കോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ്സ്. അപ്പോൾ എന്താണ്, ഫിസിഷ്യൻ എന്ത് ചെയ്യും, എക്കണോമിക്കൽ ബെനിഫിറ്റിന് വേണ്ടി ഹൈ കോസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എഴുതാനുള്ള ചാൻസും കൂടുതലാണ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം. ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം എന്നത് വാർഡിൽ കോമൺലി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഓൾറെഡി സ്റ്റോക്കായി വെച്ചിരിക്കുന്നതിനെ ഒരു പറയുന്നതാണ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റം. ദാറ്റ് ഈസ് അണ്ടർ ദി സിസ്റ്റം ദ ഡ്രഗ്സ് ആർ ഗിവൺ ടു ദ പേഷ്യന്റ് ത്രൂ ദ നഴ്സിംഗ് സ്റ്റേഷൻ ആൻഡ് ദ ഫാർമസി സപ്ലൈസ് ഫ്രം ദ ഡ്രഗ് സ്റ്റോർ ഓഫ് എ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലില് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റത്തിൽ എന്താ, ഹോസ്പിറ്റൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്താണ്, ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന മെഡിസിൻസ് വാർഡിൽ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ സ്റ്റോക്ക് ആയിട്ട് വെക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, നഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇത് വാർഡിൽ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു എമർജൻസി കേസിൽ എന്തെങ്കിലും IV ഫ്ലൂയിഡ്സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താണ്, നേരെ ഫാർമസിയിലേക്ക് ഓടാതെ തന്നെ പെട്ടെന്ന് തന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കുറച്ച് ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എന്താ, കോമൺ ആയിട്ടുള്ള മെഡിസിൻസ് എപ്പോഴും എന്തായിരിക്കും, വാർഡിൽ അവൈലബിൾ ആയിരിക്കും. അതായത് ലൈക്ക് എന്താണ്, അനാൽജസിക്സ് അല്ലെങ്കിൽ ആന്റിപയററ്റിക്സ്, ORS, IV ഫ്ലൂയിഡ്സ്, ആന്റിസെപ്റ്റിക്സ് പോലുള്ള ഇതെല്ലാം എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫാസ്റ്റ് ആക്സസിബിലിറ്റി, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് ഒരു പേഷ്യന്റ് വയ്യാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ IV ഫ്ലൂയിഡ് ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ ഓടിച്ചെന്ന് ഫാർമസിയിൽ പോയിട്ട് എടുക്കുന്നതിനും കാട്ടി നല്ലത് പെട്ടെന്ന് തന്നെ എന്താണ്, നഴ്സിംഗ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ വാർഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇംപ്രൂവ്സ് വർക്ക് ഫ്ലോ, ഈ വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യും. അതായത് സമയം എന്ത് ചെയ്യും, സേവ് ചെയ്യും. റെഡ്യൂസസ് ടൈം ഡിലേ ആൻഡ് യൂസ്ഫുൾ ഇൻ ബിസി വാർഡ്സ്. അതായത് ഭയങ്കര തിരക്കുള്ള മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ അല്ലെങ്കിൽ എമർജൻസി വാർഡിലൊക്കെ എന്താണ്, പെട്ടെന്ന് പോയി ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻസ് കളക്ട് ചെയ്യാനുള്ള സാവകാശം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നഴ്സസ് ഹാൻഡിൽസ് ദ സ്റ്റോക്ക്, അവിടെ നഴ്സസ് ആയിരിക്കും എന്താണ്, സ്റ്റോക്കും കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്.